അഴിച്ചു വിട്ടൊരു ആകാശം കുളം പഠിച്ചു കുതിച്ചു വരുമ്പോൾ ആര് ചെറുക്കും ആര് തടുക്കും ആരുണ്ടിവിടെ കാണട്ടെ ഈ സ്റ്റേജിന്റെ സൈഡിലായി നിൽക്കുന്ന പ്രവർത്തകർ പുറകു ഭാഗത്തേക്ക് പോകേണ്ടതാണ്. സ്റ്റേജിന്റെ ഫ്രണ്ട് സൈഡിലാക്കി റൈറ്റ് സൈഡിലാക്കി നിൽക്കുന്ന പ്രവർത്തകർ മുഴുവൻ പുറകു സൈഡിലേക്ക് പോവേണ്ടതാണ്. സ്റ്റേജിന് റൈറ്റ് സൈഡിലാക്കി നിൽക്കുന്ന വലതു ഭാഗത്ത് നിൽക്കുന്ന പ്രവർത്തകർ സ്റ്റേജിന്റെ പുറകു സൈഡിലേക്ക് പോകേണ്ടതാണ്. നേതാക്കളെ കടത്തിവിടണം. പ്രവർത്തകരുടെ ശ്രദ്ധയ്ക്ക് നേതാക്കളെ അകത്തേക്ക് കടത്തിവിടുക. വോളണ്ടിയർമാർ പറയുന്നത് അക്ഷരപ്രതി പ്രവർത്തകർ അനുസരിക്കണം. നേതാക്കന്മാർ പറയുന്നത് അക്ഷരപ്രതി പ്രവർത്തകർ അനുസരിക്കണം. പ്രവർത്തകർ സംയമനം പാലിക്കണം. ഹലോ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ ഭാഗത്തേക്ക് എല്ലാവരും അങ്ങോട്ട് പോവുക, എല്ലാവരും അങ്ങോട്ട് പോവുക. പ്രകാശ് ബാബു നമ്മുടെ മുഴുവനും പ്രവർത്തകരും പുറകോട്ടേക്ക് പോകണം. സ്റ്റേജിന്റെ വലതുഭാഗത്തുള്ള മുഴുവനും പ്രവർത്തകരും പുറകോട്ടേക്ക് പോകണം. നമുക്ക് പരിപാടി ആരംഭിക്കേണ്ടതുണ്ട്. കൃത്യമായി പുറകോട്ട് പോകണം. പുറകിലോട്ട് ബഹുമാന്യനായിട്ടുള്ള യുവമോർച്ചയുടെ അഖിലേന്ത്യാ അധ്യക്ഷ ശ്രീമതി പൂനം മഹാജൻ MP, ആരാധ്യനായിട്ടുള്ള പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും യുവമോർച്ചയുടെ പ്രഭാരിയുമായിട്ടുള്ള മുരളീധർ റാവുജി, പ്രിയങ്കരനായിട്ടുള്ള പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും പാർട്ടിയുടെ കേരളത്തിന്റെ പ്രഭാരിയുമായിട്ടുള്ള H. രാജാജി, ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുന്ദരൻ രാജേട്ടൻ, കേരളത്തിന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെയും യുവമോർച്ചയുടെയും സമുന്നതരായിട്ടുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഒരു വർഷക്കാലമായി കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി സർക്കാരിന്റെ നെറികെട്ട ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധം യുവതയുടെ പ്രതിഷേധമാണ് ഇന്ന് ഈ ഭരണസ്ഥിരാ കേന്ദ്രത്തിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവുമില്ല, ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂടിയിരിക്കുന്ന 10,000-കണക്കിന് യുവജനങ്ങൾ പറയുന്നത് ഏതറ്റം വരെ പോയാലും ഏത് സാഹചര്യം നേരിടേണ്ടി വന്നാലും ഈ പിണറായി സർക്കാരിനെ നടക്കുമെന്നുള്ളത് തന്നെയാണ്. ഈ അധികാര സ്ഥിരാകേന്ദ്രത്തിൽ നിന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് ഒരു കൊല്ലം കൊണ്ട് ഞാൻ കേരളത്തിന്റെ ജീർണത മാറ്റിയെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഭാരതീയ ജനതാ യുവമോർച്ചയും ഭാരതീയ ജനതാ പാർട്ടിയും ചോദിക്കുന്നത് ഒരു കൊല്ലം കൊണ്ട് എന്ത് ജീർണതയാണ് ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മാറ്റിയത്? 19ഓളം രാഷ്ട്രീയ കൊലപാതകങ്ങൾ, രാഷ്ട്രീയ പ്രതിയോഗികളെ കഴുത്തറ ഉന്മൂലനം ചെയ്തതാണോ ഒരു കൊല്ലം കൊണ്ട് ഇവിടെ ജീർണത നിങ്ങൾ മാറ്റിയിട്ടുള്ളത്? ലക്ഷക്കണക്കിന് യുവതി യുവാക്കളെ തെരുവിൽ ഒരു തൊഴിലിനു വേണ്ടി ജീവിക്കാൻ ഒരു അവസരത്തിന് കാത്തു നിൽക്കുന്നവര് തെരുവിൽ തെണ്ടാൻ വിട്ടതാണോ ജീർണത നീക്കിയിട്ടുള്ളത്? 7200ഓളം ദളിത് സഹോദരന്മാർക്കെതിരെയുള്ള കേസുകൾ, 1300ഓളം നമ്മുടെ സഹോദരിമാരുടെ മാനം തെരുവിൽ പിച്ചു ചീന്തിയതാണോ ഒരു കൊല്ലം കൊണ്ട് കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കിയ ജീർണത? അതുകൊണ്ട് സന്ധിയില്ലാത്ത സമരമാണ്, ജീവൻ മരണ പോരാട്ടമാണ്. പിണറായിയുടെ ഗുണ്ട രാഷ്ട്രീയം, CPIM-ന്റെ കണ്ടാര രാഷ്ട്രീയം കേരളത്തിന്റെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടാനുള്ള ഐതിഹാസികമായിട്ടുള്ള സമരത്തിലാണ് അതേ
കുമ്മനം രാജേട്ടൻ ഉൾപ്പെടെയുള്ള നമ്മുടെ നേതൃത്വം ഈ ഭരണസിരാ കേന്ദ്രത്തിന് താക്കീത് നൽകാൻ വേണ്ടി വന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് നേതാക്കന്മാർ നമ്മോട് സംസാരിക്കാൻ ഇവിടെ ഉണ്ട്. ഒരുപാട് നേതാക്കന്മാർ. ആദ്യമായി യുവമോർച്ചയുടെ അഖിലേന്ത്യാ അധ്യക്ഷ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള കേരളത്തിന്റെ ശബ്ദം, കേരളത്തിന്റെ സ്പന്ദനം, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ എത്തിച്ചിട്ടുള്ള, പാർലമെന്റിൽ ഉയർത്തിയിട്ടുള്ള ശ്രീമതി പൂനം മഹാജന് കേരളത്തിന്റെ യുവതയ്ക്ക് വേണ്ടി, കേരളത്തിനു വേണ്ടി, ഭാരതീയ ജനതാ പാർട്ടിക്കും യുവമോർച്ചയ്ക്കും വേണ്ടി ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മുരളീധർ റാവുജി, പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, യുവമോർച്ചയുടെ പ്രഭാരി, പ്രിയങ്കരനായിട്ടുള്ള മുരളീധർ റാവുജിക്ക് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് സ്വാഗതം വരുന്നു. ഒപ്പം തന്നെ എച്ച് രാജാജി, പാർട്ടിയുടെ സമാരാധനായിട്ടുള്ള അഖിലേന്ത്യാ സെക്രട്ടറി, കേരളത്തിന്റെ പ്രഭാരി എച്ച് രാജാജിയെ യുവമോർച്ചയ്ക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധന അധ്യക്ഷൻ, എന്നും പിണറായി സർക്കാരിന്റെ CPM-ന്റെ മാടമ്പി നേതൃത്വത്തിനെതിരെ സന്ധിയില്ലാത്ത സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന കുമ്മനംജി, ശ്രീ കുമ്മനം രാജശേഖരൻ, ഈ യുവജനതയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെയും യുവമോർച്ചയുടെയും ഒട്ടനവധി സമുന്നതരായ നേതാക്കന്മാർ, എല്ലാവരെയും യുവമോർച്ചക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രതിരോധ സമരത്തെ, ഈ ജനസമുദ്രത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി പാർട്ടിയുടെ സമാരാധന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ മുരളീധർ റാവുജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. भारतीय जनता युव मोर्चा नेशनल प्रेसिडेंट श्रीमती पूनम महाजन जी, भारतीय जनता पार्टी केरला स्टेट प्रेसिडेंट श्री कुम्मनम राजशेखर जी, भारतीय जनता युव मोर्चा स्टेट प्रेसिडेंट श्री प्रकाश जी, भारतीय जनता पार्टी केरला स्टेट इंचार्ज our national secretary Shri H. Raja, all office bearers of Bharatiya Janata Yuva Morcha, all office bearers of Kerala BJP state, and my dear friends Yuva Morcha workers, activists, dear brothers and sisters, बोलो भारत माता की, भारत माता की. It is not reaching Pinarayi Vijayan's ears. बोलो भारत माता की. Now countdown in Kerala has started. I am declaring Pinarayi Vijayan is the last Chief Minister of Communist Party. Afterwards, there will not be any Communist Party rule in Kerala. This is 1 year. Now 1 year they are in the rule. What is the gift of Pinarayi Vijayan to Kerala? I was asking everybody. In Kerala, gift of Pinarayi Vijayan to Kerala people is crime record, crime record. More than 1,70,000 crimes are recorded in Kerala. Nowhere in the country so many crimes. More than 1,000 rape. More than 7,000 atrocity cases against SC, ST. This is the gift of law and order has completely collapsed. There is no law and order.
In the last 1 year, 22 political murders have been taken place in Kerala. Out of 22 political murders, BJP leaders, RSS leaders, ABVP leaders, more than 13 people are killed in Kerala. Where is the democracy? Democracy is not for only Communist Party. Democracy is not for only Kodiyari Balakrishnan. Democracy means freedom for opposition, freedom for opposition, equal rights for opposition. But in Kerala, there is no freedom for opposition. There is no equal rights for opposition. Not only that, now they are saying, they are talking about BJP is the party which is against minorities. What happened in Kerala against minorities? Last 1 year, they have not utilized one single penny for minorities development in Kerala. They have not utilized Manrega funds in Kerala. They have not submitted utilization certificate for 2016 and 17. So, the funds have not come from center only because of the Kerala government failure. They are not farmers. They are not for minorities. They are not for SCs. They are not for STs. They are not for women development. Everything they are only for the commissions of Communist Party workers. Communist Party has become the Gunda Party in Kerala, Gunda Party. Only one business in Kerala, only one business in Kerala, targeting BJP worker, targeting BJP leader. Now they have seen Kumaram Rajashekar is becoming the leader. Now foundations are shaking, Communist Party leaders are now shivering. Now they started targeting BJP workers. But I am asking, BJP is the party. Shama Prasad Mukherjee, Janasangh founder, sacrificed his life for Kashmir. Deen Dayal Upadhyaya, he has sacrificed his life for India. Bharatiya Janata Party is the party, nationalist party, which sacrifices lives for the country, lives for the people. So in Kerala, I am challenging Communist Party leader Mr. Pinarayi Vijayan. By killing, you cannot stop BJP. By threatening, you cannot stop BJP. By putting us into jails, you cannot stop BJP. You have lost Bengal, now you will lose Tripura and Kerala. Now, I am saying another thing. Communist Party, wherever it is there, violence is there. Without violence, no Communist Party. BJP is in Himachal. When we are in power or not in power, no violence. In Rajasthan, in power or out of power, no violence. In Madhya Pradesh, in power or no power, no violence. In Maharashtra, in power, out of power, no violence. But wherever you are, violence is there. You are Gunda's party, violent party. And you are again, you always supported separatists in Kashmir, separatists and terrorists in all over the country. Bharatiya Janata Party now focusing under the leadership of Narendra Modi ji, Sabka Saath, Sabka Vikas, no religion, no caste, no distinction. Kerala government is not supporting Narendra Modi ji. Kerala government is not implementing central schemes. Kerala government is not supporting farmers. Narendra Modi ji wants to develop Kerala, but this government is not allowing Narendra Modi ji to develop Kerala. What we should do? Throw the Communist Party out of Kerala.
BJP will develop Kerala. Development of Kerala will become possible only under BJP. Now, Poonam ji, Bharatiya Janata Yuva Morcha President, Kerala workers are not alone. You are not fighting a lone battle. Entire country, Yuva Morcha, under the leadership of Poonam ji, we have now come to tell Kerala people, Yuva Morcha people, Poonam ji and entire country is ready to support the struggle in Kerala, democratic struggle in Kerala. Amit Shah, Narendra Modi ji, all are with us. We don't want to listen to anybody. We want to establish true democracy, true equality, sabka saath, sabka vikas in Kerala. Till we establish that, our fight will not stop. This is the fight now started. Till we throw out the Communist Party, Pinarayi Vijayan's government out of Kerala, no rest, no rest. Bolo Bharat Mata ki, Bharat Mata ki. അടുത്തതായി ഉപരോധ സമരത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി പാർട്ടിയുടെ സമാരാധ്യനായ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ എച്ച് രാജാജി അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. பாரதிய ஜனதா யுவ மோர்ச்சாவின் அகில இந்திய தலைவர் சகோதரி பூனம் மகாஜன் அவர்களே, பாரதிய ஜனதா யுவ மோர்ச்சா பிரபாரி அகில இந்திய ஜெனரல் செக்ரட்டரி ஸ்ரீ முரளிதர் ராவ் அவர்களே, சமஸ்தான அத்தியக்ஷன் ஸ்ரீ ராஜேட்டன் அவர்களே, இளைஞர் அணியினுடைய சமஸ்தான அத்தியக்ஷன் பிரகாஷ் அவர்களே, இளைஞர் அணி அகில இந்திய பிரபாரி முருகானந்தம் அவர்களே, சகோதரமாரே சகோதரிமாரே, உங்களுக்கு என்ற கூப்புகள். 67ல தன்னோட வார்டுல தோத்து போய் அன்னைக்கு வெற்றி பெற்ற ஸ்வயம் சேவக கொலை பண்ணின கொலகாரம் கொலபாதக செயலை செய்த A1 அக்யூஸ்ட் பினராயி விஜயன் இங்கு சீஃப் மினிஸ்டரா இருக்கிறது கேரளத்துக்கு மிகப்பெரிய அவமானம். இன்னைக்கு பினராயி விஜயனோ கம்யூனிஸ்டோ ஐடியாலஜிக்கல் ஆப்போனன்ட்ட கொள்கை ரீதியா சந்திக்கிறதுக்கு தைரியம் இல்லை. கேரளா எவ்வளவு மோசமாக சட்டம் ஒழுங்கு பிரச்சனையில இருக்குங்கிறத பற்றி திரு முரளிதர் ராவ் அவர்கள் இங்கு சொன்னார்கள். முன்னேற்றத்தை பத்தி இவங்களுக்கு கவலை இல்லை. ஏன்னு சொன்னா இப்ப பாலக்காடுல மோடி சர்க்கார் இந்தியன் இன்ஸ்டிடியூட் ஆஃப் டெக்னாலஜி நாம கொண்டு வந்திருக்கோம். அதுக்கான டெம்பரரி அங்க ஐஐடிக்காக பில்டிங் நாம கட்டி கொண்டு இருக்கும் பொழுது அதுக்கு கம்யூனிஸ்டுகள் நோக்கு கூலி கொடு தொடுகூலி கொடுன்னு சொல்லி இங்க ஐஐடி வர்றதுக்கு முட்டுக்கட்டை போட்டு கொண்டு இருக்கக்கூடிய பினராயி விஜயனுடைய குண்டர் ஆட்சி நாம முடிவுக்கு கொண்டு வந்தாகணும். கேரளத்தை பொறுத்தவரை இன்னைக்கு மக்கள் புரிந்து கொண்டு இருக்கிறார்கள். அதற்கு எதிராக தான் இன்றைக்கு இளைஞர் அணி நாம் இந்த ஓராண்டு கொலபாதக அரசாங்கம், ஓராண்டு அழுமதி அரசாங்கம் இதை முடிவுக்கு கொண்டு வர்றதுக்காக இளைஞர்களை ஒருங்கிணைப்பதற்காக இன்றைக்கு இளைஞர் அணியோட இந்த சட்டமன்ற செக்ரட்டேரியட்டை நாம முற்றுகை போராட்டம் கொண்டு வந்திருக்கோம். ஆகவே அகில இந்திய அளவில் பாரதிய ஜனதா கட்சி முழுவதும் கேரளத்தோடு இருக்கிறது என்பதை காண்பிப்பதற்காக இங்கே வந்திருக்கின்ற அனைவருக்கும் என்னுடைய நன்றியினை கேரள மக்களின் சார்பாக தெரிவித்து வார்த்தைகளை நிறைவு செய்கிறேன். வணக்கம். I want to tell my friends behind, don't fight with Congress. They're already doing honeymoon with CPM. Don't let them spoil our fight. I'm requesting all of you, don't even look at them. They're together for the president's fight. They are doing their honeymoon together. We have to fight everyone together.
Ellavarkum namaskaram. My dear friends, I am sorry sir, I took your mic. There was fight going on. I want to say only one thing, my friends. We want to tell the Chief Minister of Kerala, you kill one, we create 1,000 against it. You touch one woman, there are thousands of women will come out to fight against you. It's the first year of CPM government. I request my friends that our fight has just started. ये इतना बड़ा ट्रेलर है मेरे दोस्त, पिक्चर अभी बाकी है. I want to thank my friends here. Since yesterday they have put newspaper and sitting here for past 24 hours to fight for their cause. I'm really grateful to you. It's not only me from Yuva Morcha, but people from all over India has come to support Kerala, to support people. They have come from Northeast, they have come from Kashmir, they have come from everywhere. They just want to tell my brothers and sisters of Kerala that we are with you. Nation is with you. Bharatiya Janata Party's Yuva Morcha is with you. CM's hand. He has blood on his hands. He supports terrorism. His government is support terrorism. One mic will shut off. Second mic will shut off. But they will not shut our voice. The CM. Now I have to. I want to say what is happening in this government. We don't live in Kerala, but we live aside. We see it what is happening. Atrocity against women. 1,300 cases have been registered in past 1 year. Minors have been raped. Women are being raped. 7,300 cases, atrocity cases against our Dalit friends, my sisters, my brothers. There are 2 lakh, over 1,95,000 FIRs have been registered in past 1 year. And we call Kerala God's own country. But this CM and CPM has made devil's own country. This is what they have done it to Kerala. My request to all my brothers and sisters, I Poonam Mahajan, I am with you. Muralidhar Rao ji is with you, Kumaran ji is with you, Raja ji is with you. Your youth wing president Prakash Babu. Uske sar se, there is no stitches, there are so many stitches on his head because of police praying atrocity on us. The stitches have still not come out, but he is fighting for his brothers and sisters of Kerala. And I am grateful to Prakash Babu and his team that they have shown the strength of Kerala. My friends, it has started from 1960s. The CM's constituency. Hundreds, almost 295 RSS and BJP workers were brutally killed. No FIR, nothing. I request now to the governor, to the Prime Minister, to put an SIT and check how the government is with police. And there is no, if you are a red terror, we have to fight red terror with our strength, with our years to fight this. But in 1 year, the state of people have come against the CM's rule, has shown us that now the last state of communism, which has gone all over the world, the last state of communism, you have to take the people of communist thought process and put them in the sea of outside Thiruvananthapuram. That kind of strength we have to show. We have leaders. We have women here. We are facing atrocities. We don't have anything to fight for. This is my demand from Youth Wing, that I request the Governor of Kerala, I request the Home Minister, I request the Prime Minister to put a proper inquiry, an SIT together by someone else and not in Kerala, because there is a control of red terror everywhere. Outside Kerala and see what my brothers and sisters are suffering and facing every day. The fight is very tough, my friends.
We have to go ahead with everything. We have to take that swear. We don't have to be scared of anyone. I am with you. We have to fight this government. We have to fight the Chief Minister who has blood in his hands, this CPM, and get together and we march forward to fight this game. I am with you. I'm grateful to all my youth wing team who has put in all their efforts, come all over India to be with my brothers and sisters of Kerala. Thank you very much for giving me this strength. We all get together with your own hands up. We will end the red terror. We will end 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 red terror. Bharat Mata ki. Take your both hands up. We will end. We will end red terror. We will end. Bharat Mata ki. Bharat Mata ki. Vande. Vande. Dhanyavad. അടുത്തതായി ബഹുമാനനായിട്ടുള്ള ശ്രീ കുമ്മനം രാജേട്ടൻ അവറുകളെ ഈ ഉപരോധ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പൂനം മഹാജൻജി, മുരളീധർ റാവുജി, ഭാരതീയ യുവമോർച്ചയുടെ അഖില ഭാരതീയ നേതാക്കന്മാരെ, ഇവിടെ സന്നിധിയിലായിരിക്കുന്ന യുവമോർച്ച പ്രവർത്തകരെ, പ്രിയമുള്ളവരെ, ഇന്ന് കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രം ഒരു മനുഷ്യ മഹാസമുദ്രത്തിൻ്റെ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഒന്നാം വാർഷികം LDF സർക്കാർ നടത്തുകയാണെങ്കിൽ ആ ഒന്നാം വാർഷിക ആഘോഷത്തിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ ചടങ്ങ് പോലും പിണറായി വിജയൻ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്താൻ ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഒരു ചടങ്ങ് പോലും ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്താനാവാത്ത വിധം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നുപോയിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ? കിലോമീറ്ററുകൾ അകലെ കനകക്കുന്നിൽ വെച്ച് മാത്രം ഒന്നാം വാർഷികാഘോഷം നടത്തുവാൻ സർക്കാർ കിലോമീറ്ററുകൾക്കകലെ ഒന്നാം വാർഷികാഘോഷം നടത്താൻ തക്കവിധം അത്ര കണ്ട് ഭരണസിരാ കേന്ദ്രവുമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അകന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അവർക്ക് എന്തുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ വരാൻ പറ്റുന്നില്ല? ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ തടിച്ചുകൂടിയിരിക്കുന്ന ഈ ജനാരവം കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ LDF ദുഷ്ഭരണത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ജനവികാരത്തിന്റെ പ്രതിഫലനമാണ്. എന്തുകൊണ്ട് ജനങ്ങൾ വെറുക്കുന്നു? ഒരു വർഷമായപ്പോൾ തന്നെ ഇത്രയധികം പ്രതിഷേധമുണ്ടായാൽ 5 വർഷമെങ്ങാനും ഭരിക്കാൻ ഇവർക്ക് അവസരം കിട്ടിയാൽ നമ്മുടെ നാടിന്റെ സ്ഥിതി എന്താകും? ഇപ്പോൾ തന്നെ വെള്ളം കുടിക്കാനില്ല, റേഷൻ കടയിൽ അരിയില്ല, ടാപ്പ് തുറന്നാൽ വെള്ളമില്ല, കിടക്കാനൊരിടമില്ല, ഇവിടുത്തെ യുവാക്കൾക്ക് ചെയ്യാനൊരു തൊഴിലില്ല, ഒന്നുമില്ല. എന്താ ഉള്ളത്? കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എന്ത് നേടി? കേരള ഗവൺമെന്റിന് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുണ്ട്. ഇവിടുത്തെ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ 12,000 കോടി രൂപ കൊടുത്തു. തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി 187 കോടി രൂപ കൊടുത്തു. ഗ്രാമീണ റോഡ് വികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ കൊടുത്തു. ഗ്രാമജ്യോതി വൈദ്യുതീകരണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ കൊടുത്തു. കേന്ദ്ര സർക്കാർ കൊടുത്തത് വാങ്ങി ഇവിടെ ചില പരിപാടികൾ നടത്തി അതിന്റെ ഉദ്ഘാടന കർമ്മം ഗംഭീരമായിട്ട് നടത്താൻ സ്റ്റേജുകളിൽ ഞെളിഞ്ഞിരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പണം വാങ്ങി നടത്തുന്നതിന്റെ മുഴുവൻ ഖ്യാതിയും ഒക്കെ നേടിയെടുക്കാൻ ലജ്ജയില്ലേ എന്റെ പിണറായി വിജയ? എന്തിനാണ് പേര് മാറ്റിക്കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം കിട്ടിയ കേന്ദ്ര സർക്കാരിന്റെ പണം കിട്ടിയത് കൊണ്ട് ഇത് നടത്തുന്നു എന്ന് പറഞ്ഞുകൂടെ? എന്തിനാണ് ഇവിടുത്തെ പാർപ്പിട പദ്ധതി കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം കിട്ടി നടത്തുന്നതാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അതിന് വേറൊരു പേര് ലൈഫ് എന്നൊക്കെ ഇട്ട് പേരിട്ട് എന്തിനാണ്
ജനങ്ങളെ കബളിപ്പിക്കുന്നത് എന്തിനാണ്? ഒരു വർഷം കബളിപ്പിച്ചു, ഒരു വർഷം ചതിച്ചു, ഒരു വർഷം നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ കളിയാക്കി, വഞ്ചിച്ചു. ഇനി അത് സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് സാധ്യമല്ല. അവർ വലിയൊരു ജനകീയ മുന്നേറ്റത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൽ വലിയൊരു മാറ്റം ആവശ്യമാണ്. കേരളം വികസിക്കണം. വികസന പരിപാടികളെ കുറിച്ചല്ല ഇവിടുത്തെ ചിന്ത. എന്ത് വികസന പരിപാടികളാണ് നടത്തിയിരിക്കുന്നത്? ഇവിടെ കേന്ദ്രത്തിന്റെ സഹായ പദ്ധതികൾ കൈപ്പറ്റി മെട്രോ റെയിൽ അതിന്റെ ഉദ്ഘാടനം ഞാൻ തന്നെ നടത്തിക്കൊള്ളാം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയോട്. അതാണോ വലിയ നേട്ടം? ഒരിക്കലും അതല്ല. കേരള ഗവൺമെന്റ് കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്ന വികസന പദ്ധതികൾ എന്താണ്? ഇവിടെ വ്യവസായശാലകൾ, വ്യവസായം, വാണിജ്യം, വ്യാപാരം, കൃഷി, വിദ്യാഭ്യാസം, ഏത് രംഗത്താണ് ഒരു പുരോഗതി? ഒരു രംഗത്തും യാതൊരു വിധത്തിലുള്ള പുരോഗതിയും കൈവരിക്കാൻ കേരള സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കേരള സർക്കാർ പരാജയപ്പെട്ട ഒരു ഭരണ സംവിധാനമാണ്. ദുർഭരണത്തിന്റെ ഒരു വർഷമാണ്. കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരികയാണ്. 19 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു. ആ കൊല ചെയ്യപ്പെട്ട 13 BJP പ്രവർത്തകരുടെ കുടീരങ്ങളിൽ നമിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തുന്നത്. നമ്മുടെ ധീരരായ നമ്മുടെ സഹപ്രവർത്തകർ കേരളത്തിന്റെ മണ്ണിൽ കൊല ചെയ്യപ്പെടുന്നത് കണ്ടു നിൽക്കാൻ നമുക്ക് സാധ്യമല്ല. അവർ ചൊരിഞ്ഞ മണ്ണ്, അവർ രക്തത്തുള്ളികളിൽ ചുറ്റി വീണ ഈ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് പറയട്ടെ, അവരുടെ ശവപ്പറമ്പിൽ നിന്നുകൊണ്ട് തന്നെ പതുക്കിയെടുക്കുകയാണ്. അവർ ചിന്തിയിരിക്കുന്ന ഓരോ ചോരത്തുള്ളിയും പാഴാവുകയില്ല. ആ ചോരത്തുള്ളികളിൽ കൈകൾ മുക്കിക്കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു, ഭാരത് മാതാ കീ ജയ് വിളിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നു, ഈ കൊലപാതകങ്ങൾ ഞങ്ങൾ അനുവദിക്കില്ല. അന്തസ്സോടുകൂടി ജീവിക്കണം, അഭിമാനത്തോടുകൂടി ജീവിക്കണം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഭരണഘടനാദത്തമായ അവകാശമാണ്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഒരു വർഷം കഴിയുമ്പോൾ ഈ ഭരണസിരാ കേന്ദ്രത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പറയേണ്ടി വരുന്ന ഗതികേട് നമ്മുടെ കേരളത്തിലുണ്ട്. ജീവിക്കാൻ അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്നാണ്. എല്ലാവർക്കും കുടിക്കാൻ വെള്ളം കിട്ടാൻ അവകാശമുണ്ട്. എല്ലാവർക്കും കഴിക്കാൻ ആഹാരത്തിന് അവകാശമുണ്ട്. അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഒരമ്മ സ്വന്തം മകനെ നഷ്ടപ്പെട്ടിട്ട് ആ മകൻ എവിടെ എന്ന് ചോദിച്ച് എന്റെ മകൻ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ ആ അമ്മ കരഞ്ഞുകൊണ്ട് അലറി നിലവിളിച്ചുകൊണ്ട് കണ്ണീർ വാർത്ത് നെഞ്ചത്ത് കൈയടിച്ചുകൊണ്ട് ഈ ഭരണസിരാ കേന്ദ്രത്തിൽ വന്ന് നിസ്സഹായായി നിൽക്കുന്ന കാഴ്ച ഈ കേരളത്തിലെ ഒരു സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ട ഒരു വീട് പോലും ചുട്ട് അവിടെയുള്ള ഗ്രഹനായകനെയും ഗ്രഹനായികയും ചുട്ടു കൊല്ലുക എന്ന് പറഞ്ഞത് കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ. എന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ ബോംബെറിഞ്ഞു കൊല്ലുക, കത്തികൊണ്ട് കുത്തിക്കൊല്ലുക, ഇതൊക്കെ കേരളത്തിലെ ഒരു നിത്യസംഭവമായി മാറിയിട്ടില്ലേ? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? കേരളത്തിൽ നിയമസമാധാന തകർച്ച സംഭവിച്ചിരിക്കുന്നു. ഇവിടെ നിയമം കയ്യിലെടുക്കുക അരാജകത്വമാണ്. നിയമം കയ്യിലെടുത്തുകൊണ്ട് അതിന്റെ മുഴുവൻ തന്നെ ആനുകൂല്യം, ഗുണഫലം ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾക്ക് ആർക്കും ലഭിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. നിയമത്തിന്റെ ആനുകൂല്യം എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? നിയമം മുഴുവൻ ഇവിടത്തെ പോലീസും അതുപോലെ തന്നെ പാർട്ടി സഖാക്കളും കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിയമത്തിന്റെ ആനുകൂല്യം പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഒരു സർക്കാർ ഓഫീസിലും ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി എത്തുന്നില്ല. കാരണം അവിടെ നിന്ന് അതൊന്നും പരിഹരിക്കാൻ കഴിയുന്നില്ല. ഈ സെക്രട്ടേറിയറ്റിൽ എത്രയോ ജനങ്ങൾ വരുന്നുണ്ടോ? ആരെങ്കിലും വരുന്നുണ്ടോ? വരുന്നില്ല. കാരണം ആരുടെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സെക്രട്ടേറിയറ്റിന് കഴിയുന്നില്ല. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. കാരണം ഇവിടെ ഒരു ഫയലും നീങ്ങുന്നില്ല. IAS പിണങ്ങി, IPS പിണങ്ങി, ഉദ്യോഗസ്ഥന്മാർ പിണങ്ങി, എല്ലാവരും പിണങ്ങി. ഇവിടെ എല്ലാം ഭരിക്കുന്നത് പാർട്ടി സഹാക്കന്മാരാണ്. ഇവിടെ അരാജകത്വമാണ്. നിയമവാഴ്ച ഇല്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല. കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് ദുർഭരണത്തിന്റെ വർഷമാണ്. അതേസമയം മോഡി സർക്കാരിന്റെ ഭരണം 3 വർഷത്തെ സൽഭരണമാണ്. 3 വർഷത്തെ സൽഭരണം. ഒരു വർഷത്തെ ദുർഭരണം ഈ നാട്ടിലെ ജനങ്ങളെ തുറന്നു കാണിക്കാനാണ് ഈ സമരം. ഈ ഉപരോധം അതിനുവേണ്ടിയാണ്. ഈ നാട്ടിൽ ജനങ്ങൾ അവരുടെ മൗലികമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വരുംകാലങ്ങളിൽ വരാനിരിക്കുന്ന വലിയ ജനകീയ പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ്.
ഇതൊരു വലിയ പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ്. ഇത് ഒടുക്കമല്ല. ഒരു വർഷം ഭരിച്ചതിൽ നിന്നും ജനങ്ങൾ പഠിച്ച പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വരുംകാലങ്ങളിൽ വരാനിരിക്കുന്ന വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ മുന്നേറ്റം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു വർഷക്കാലം ഭരിച്ച സർക്കാർ ജനങ്ങളെ മറന്നു. അവർക്ക് വേണ്ടത് വലിയ വലിയ മുതലാളിമാരെയാണ്. അവർക്ക് വേണ്ടത് കയ്യേറ്റക്കാരെയാണ്, ഭൂമി കയ്യേറുന്നവരെയാണ്. അവർ ഭൂരഹിതരെ മറന്നു, ഭൂമിയില്ലാത്തവരെ മറന്നു. വൻകിട പണക്കാരെയും മുതലാളിമാരെയുമാണ് അവർക്ക് വേണ്ടത്. ഇവിടുത്തെ സാധാരണക്കാരായ പാവങ്ങളായ തൊഴിലില്ലാത്ത വെള്ളം കുടിക്കാൻ അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, ഇത് ഈ നാട്ടിലെ ജനങ്ങൾ നടത്തുന്ന ഈ സമരം ഇല്ലാത്തവരുടെ സമരമാണ്, പാവങ്ങളുടെ സമരമാണ്, ദരിദ്രരുടെ സമരമാണ്, തൊഴിലില്ലാത്ത യുവാക്കളുടെ സമരമാണ്. അതുകൊണ്ട് അവരുടെ ഈ ജനമുന്നേറ്റം വരുംകാലങ്ങളിൽ നടക്കാൻ പോകുന്ന വലിയ പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്തേ. അടുത്തതായി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യുവമോർച്ചയുടെ പ്രഭാരിയുമായ ശ്രീ കെ സുരേന്ദ്രൻ ഈ സമരത്തെ അഭിസംബോധന ചെയ്തു. യുവമോർച്ചയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും ഇന്ത്യൻ പാർലമെന്റിലെ പെൺപുലിയുമായിട്ടുള്ള പൂനം മഹാജൻജി, പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുരളീധർ റാവുജി, സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജേട്ടൻ, ശ്രീ രാജാജി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള യുവമോർച്ചയുടെ സഹപ്രവർത്തകന്മാരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ കൊലയാളി ഗവൺമെന്റിന്റെ. എന്താണ് ഈ ഗവൺമെന്റിന്റെ നേട്ടം? ഈ ഗവൺമെന്റിന്റെ നേട്ടം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. ബലാത്സംഗ വീരനായ ഒരാളെ, ഒരു പെൺകുട്ടിക്ക് തന്നെ അയാൾക്ക് ശിക്ഷ കൊടുക്കേണ്ടി വന്നു. ഈ പിണറായി വിജയന്റെ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. പിണറായി വിജയന്റെ പോലീസിനെ കണ്ടാൽ ഒരു നീതിയും കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പെൺകുട്ടിക്ക് നിയമം കയ്യിലെടുക്കേണ്ടി വന്നത്. ഈ നാട്ടിൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും, എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. ഒരു വർഷം കഴിഞ്ഞു. എന്താണ് സഖാക്കളെ ശരിയാക്കിയത്? 19 പാവപ്പെട്ട മനുഷ്യരെ ശരിയാക്കിയത് ഒഴിച്ചാൽ എന്താണ് പിണറായി വിജയൻ കഴിഞ്ഞ ഒരു വർഷം എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത്? ഒരു നേട്ടവും കേരളത്തിനില്ല. ഈ നാട്ടിലെ വിലക്കയറ്റം രൂക്ഷമായി, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, കൊലപാതകങ്ങൾ അരങ്ങേറുന്നു, അക്രമങ്ങൾ പെരുകുന്നു, വികസന പ്രവർത്തനങ്ങളില്ല. റേഷൻ കാർഡ് പോലും നേരെയാക്കി കൊടുക്കാൻ കഴിയാത്ത നാണം കെട്ട ഗവൺമെന്റാണ് ഒരു വർഷമായി അധികാരത്തിലിരിക്കുന്നത്. എന്നിട്ട് പറയാണ് ഇന്ദ്രനെയും ചന്ദ്രനെയും ഒന്നും ഞങ്ങൾക്ക് പേടിയില്ല. ആരെങ്കിലും ചോദിച്ചോ ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയുണ്ടോ? 4000 പോലീസുകാരെ മംഗലാപുരത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടാണ് മിസ്റ്റർ പിണറായി വിജയൻ എനിക്ക് ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ല എന്ന് പറയുന്നത്. നിങ്ങൾ കുമ്മനം രാജശേഖരനെ നോക്കൂ. അദ്ദേഹം വൈ കാറ്റഗറി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്കിടയിൽ നടക്കുന്നു. പിണറായി വിജയൻ, നിങ്ങൾ ആരെയാണ് ഈ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഭരണ നേട്ടം? RSSനെയും BJPയെയും ഇല്ലാതാക്കാനാണോ, അവരെ കൊന്ന് നശിപ്പിക്കാനാണോ നിങ്ങളെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്? അഴിമതിക്കാർ കഴിഞ്ഞ കൊല്ലം 25-ാം തീയതി ഡിവൈഎഫ്ഐക്കാരെ ഓർമ്മയില്ലേ? ഞങ്ങളും നിങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു ഈ സെക്രട്ടേറിയറ്റിൽ. അന്ന് യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കൊല്ലം മെയ് മാസം 19-ാം തീയതി നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു, ഡിവൈഎഫ്ഐയും യുവമോർച്ചയും. അന്ന് സമരം ചെയ്തു ഈ നാട്ടിലെ അഴിമതിക്കാരെ ജയിലിൽ അടയ്ക്കാൻ. മിസ്റ്റർ പിണറായി വിജയൻ ഇന്ന് അഴിമതിക്കാരെ മുഴുവൻ മാമോദീസ മുക്കി നിങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത്, സർക്കാരിനകത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. അഴിമതിക്കെതിരായിട്ടുള്ള നിങ്ങളുടെ സമരം എവിടെ എത്തി? പ്രിയപ്പെട്ടവരെ, ഇവിടെ അന്തസ്സുള്ള ഒരു പ്രസ്ഥാനമേ ഉള്ളൂ. ഇവിടെ കേരളത്തിന്റെ ജനങ്ങളുടെ ഒരു പ്രതിപക്ഷമേ ഉള്ളൂ. യൂത്ത് കോൺഗ്രസുകാർക്ക് വേവലാതി എന്തിന്റെ പേരില്ല? എന്തിനാണ് യുവമോർച്ചയായിട്ട് അവരടിക്കാൻ വരുന്നത്? അവർക്ക് മനസ്സിലായി അവരുടെ ഉള്ളിലുണ്ട് ഞങ്ങളല്ല പ്രതിപക്ഷം, ഇതാണ് പ്രതിപക്ഷമെന്ന് അവർക്ക് മനസ്സിലായി. കേരളത്തിലെ ജനങ്ങളുടെ പ്രതിപക്ഷം അല്ലേ? നിയമസഭയിൽ ഒരംഗമേ ഉള്ളൂ, ശ്രീ ഒ രാജഗോപാൽജി. നിയമസഭയിൽ ഒരംഗം മതി. പക്ഷെ കേരളത്തിന്റെ തെരുവുകളിൽ ഇതാ ഈ ചെറുപ്പക്കാരുണ്ട് ഈ സർക്കാരിനെതിരായിട്ട്. പിണറായി വിജയനെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ തയ്യാറായിട്ടാണ് ഭാരതീയ ജനതാ യുവമോർച്ച തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇത് 1ാമത്തെ കൊല്ലമാണ്.
ഈ സർക്കാർ 5 കൊല്ലം പോകുന്നുള്ള വിശ്വാസം ഏതായാലും ഞങ്ങൾക്കില്ല. കാരണം നമ്മൾ വിചാരിച്ചത് ഇതൊരു ടെസ്റ്റ് മാച്ച് ആയിരിക്കും, മുട്ടിമുട്ടി നിൽക്കുമെന്നാണ്. എന്നാൽ ഇതൊരു വൺ ഡേ മാച്ച് പോലുമല്ല, ഇത് വെറും 2020 ആണ്. 2 വിക്കറ്റ് പോയി കേരളത്തിൽ. എങ്ങനെയാ പോയത് നിങ്ങൾക്കറിയാലോ. അഴിമതിയുടെ പേരിൽ ഒരാൾ പോയി. രണ്ടാമത്തെ കാരണം ഇവിടെ പറയാൻ പറ്റില്ല, സ്ത്രീകളടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. 2 വിക്കറ്റ് പോയി. ഭാഗ്യമുണ്ടെങ്കിൽ ക്യാപ്റ്റന്റെ വിക്കറ്റ് തന്നെ ഈ ആഴ്ച പോരാടി സാധ്യത. ബഹുമാനപ്പെട്ട നീതിപീഠം അതാണ്. ഇപ്പോ കേസിന്റെ വിധി വരാൻ പോവുകയാണ്. ക്യാപ്റ്റന്റെ വിക്കറ്റ് തന്നെ പോകാൻ പോവാണ്. ഈ സർക്കാരിനെ മര്യാദയ്ക്ക് നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ സർക്കാരിന് ഈ നാട്ടിൽ ജനവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ തെരുവിലിറങ്ങി സമരം ചെയ്യും, ചോരയൊഴുക്കും. അതിനുള്ള തെളിവാണ് ഈ സമരം. പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള യുവമോർച്ച കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പൊരുതുന്ന യുവജന പ്രസ്ഥാനമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. വന്ദേ മാതരം. ഭാരത് മാതാ കി.
ഞാനീ
അവന് കിട്ടിയിട്ടില്ലപ്പോ Thank you.